വെൽക്കം ടു മല്ലു വാട്ട് എ മാച്ച്. കാറ്റാലൻ ഡെർബി ബാർസലോണ 2-0 എന്നുള്ള സ്കോറിന് തൂക്കി എസ്പാനിയോളിനെ തോൽപ്പിച്ചു. കിടിലൻ മാച്ചായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഫസ്റ്റ് ഹാഫിനെ കുറിച്ച് ആദ്യം പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫ് ഭയങ്കര ഡ്രൈ ആയിരുന്നു. കുറച്ച് അറ്റാക്കുകൾ എസ്പാനിയോൾ നടത്തി, ഗംഭീരമായിട്ടുള്ള സേവുകൾ നമ്മൾ ജോൻ ഗാർഷ്യൻ്റെ അടുത്ത് കണ്ടു. അതായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് ഹാഫിൻ്റെ സമ്മറി. ബാഴ്സ ഭയങ്കര മോശമായിരുന്നു. ഓക്കെ, ആരും നന്നായിട്ട് കളിക്കുന്നുണ്ടായിരുന്നില്ല. നമ്മളെ മെജോറിറ്റി ഓഫ് അറ്റാക്സ് വന്നിട്ടുണ്ടായിരുന്നത് യമാലിലൂടെ റൈറ്റ് സൈഡിലായിരുന്നു. യമാൽ കുറേയൊക്കെ ട്രൈ ചെയ്യുന്നതായിട്ട് തോന്നി. സ്ഥിരം ആള് നടത്തുന്ന ആ ഒരു കേവ് ഉണ്ടല്ലോ, ഐ മീൻ കട്ടിങ് സൈഡ് ചെയ്തിട്ട് കേവ് ചെയ്ത് ഫിനിഷ് ചെയ്യാൻ നോക്കുക, അത് വർക്ക് ചെയ്യുന്നില്ല. അപ്പം അതൊക്കെ തന്നെയാണ് നമ്മൾ ഫസ്റ്റ് ഹാഫിൽ കണ്ടിട്ടുള്ളത്. അല്ലാതെ ഒരു ഹൈലൈറ്റ് പെർഫോമൻസ് ഒന്നും നമ്മൾ കണ്ടിട്ടില്ല. ജോൻ ഗാർഷ്യ ആയിരുന്നു ഹൈലൈറ്റ് ചെയ്ത് നിന്നുണ്ടായിരുന്നത്. പിന്നെ കുറച്ച് അറ്റാക്ക് നമ്മൾ യമാലിന്റെ സൈഡിൽ നിന്ന് കണ്ടു. വേറെ എല്ലാവരും സൈലന്റ് ആയിരുന്നു. ഓക്കെ, പെഡ്രി മിഡ്ഫീൽഡിൽ ഇല്ലാത്ത കുറവ് നമ്മൾ നല്ലോണം കാണുന്നുണ്ടായിരുന്നു ഫസ്റ്റ് ഹാഫിൽ. ഫ്രാങ്കി കുറെ ബാക്ക് പാസ് ഒക്കെ കൊടുക്കുന്നതായിട്ടാണ് ഞാൻ കണ്ടത്. എറിക്ക് എനിക്കൊന്ന് കുറച്ചുകൂടെ നന്നായിട്ട് നിൽക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്, കുറച്ചുകൂടി സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്നുണ്ട്. ഒരു സെൻട്രൽ ബാക്ക് കളിക്കുന്ന പ്ലെയർ മിഡ്ഫീൽഡിലായതിൻ്റെ ഒരു പ്രശ്നമില്ലാതെ ആൾ കുറച്ച് സ്റ്റേബിൾ ആയിട്ട് അവിടെ നിന്നു എന്നുള്ളത് അപ്രിഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതും കാറ്റാലൻ ഡെർബി പോലെ ഇത്രയും ഇന്റൻസീവ് ആയിട്ടുള്ള ഒരു മാച്ചിൽ ഓക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ എന്താ പറയുക, ബാക്കി എല്ലാവരും മോശമായിരുന്നു. ഇപ്പം റഫീഞ്ഞിനെ നമ്മൾ അങ്ങനെ കണ്ടിട്ടേ ഇല്ല. നമ്പർ 10 റഫീഞ്ഞ ഉണ്ടായിരുന്നത്. അതേപോലെ റാഷ്ഫോർഡിനെ കുറിച്ച് വലിയ അഡ്രസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെയൊക്കെയാണ് മാച്ച് പോയിട്ടുള്ളത്. നല്ല ചാൻസുകൾ ഫെറാന് കിട്ടി, ഫെറാൻ അത് നഷ്ടപ്പെടുത്തി കളഞ്ഞു. ഫെറാൻ എന്ന് പറയുന്ന പ്ലെയർ മനസ്സിലാവുന്നേ ഇല്ല. ഇടക്ക് നല്ല ടഫ് ചാൻസസ് ഗോളാക്കുന്നു, നല്ല ഈസി ചാൻസസ് ആൾ മിസ് ചെയ്യുന്നു. ഓക്കെ, ഭയങ്കര അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു പ്ലെയർ ആണ്. എനിക്ക് വാക്കുകളില്ല പറയാൻ. ഫസ്റ്റ് ഹാഫിൽ ഒരു നല്ല ബോള് യമാല് തൂക്കി കൊടുത്തതാണ്. ആൾക്കതൊന്ന് കൺട്രോൾ ചെയ്തിട്ട് ടച്ച് ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ഫസ്റ്റ് ടൈം ആയിട്ട് പ്രോപ്പറായിട്ട് ടച്ച് ചെയ്ത് ഉള്ളിലേക്ക് കയറേണ്ട കാര്യം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അത് മിസ് ചെയ്തോളൂ. ഓക്കെ, വേറെ ഇൻസിഡൻസ് വരുന്നുണ്ട്, അവിടെയും ആള് നൈസായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണ്. എന്നിട്ട് സെക്കൻഡ് ഹാഫിലേക്ക് എത്തുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ അറ്റാക്സ് ഒക്കെ നടത്താൻ വേണ്ടി പറ്റുന്നുണ്ട്. ഫസ്റ്റ് ഹാഫിലെ പോലെ നമ്മൾ ഷിറ്റ് ആയിരുന്നില്ല സെക്കൻഡ് ഹാഫ് തുടങ്ങുന്ന സമയം തന്നെ. ഓക്കെ, കുറച്ച് അറ്റാക്സ് നടത്തുന്നു. പക്ഷെ ഇതിനൊക്കെ എസ്പാനിയോൾ വളരെ ഭംഗിയായിട്ടാണ് ഡിഫെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവർ അത്യാവശ്യം ഇന്റൻസ് ആയിട്ട് പ്രസ് ചെയ്യുന്നു. അവർ ലോ ബ്ലോക്ക് അടിപൊളിയായിരുന്നു. ഗോൾ കീപ്പർ സീൻ പെർഫോമൻസ് ആയിരുന്നു. ഓക്കെ, പിന്നെ അവരുടെ അറ്റാക്കേഴ്സും നന്നായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു. സൂപ്പറായിട്ടാണ് അവർ ട്രാൻസിഷനൊക്കെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഹൈലൈൻ എങ്ങനെ ബ്രേക്ക് ചെയ്യുക എന്നുള്ളൊരു സംഭവം അവരുടെ അടുത്ത് ഉണ്ടായിരുന്നു. ഹൈലൈൻ അവർ പലവട്ടം ബ്രേക്ക് ചെയ്യുന്നുണ്ട്. 2v1 സിറ്റുവേഷൻ വരെ അവർക്ക് സെക്കൻഡ് ഹാഫിൽ കിട്ടുന്നുണ്ട്. പക്ഷെ അവിടെയാണ് സൂപ്പർമാൻ ജോൻ ഗാർഷ്യന്റെ പെർഫോമൻസ് നിർണായകമായിട്ട് മാറുന്നത്. എനിക്കൊന്ന് 8-9 സേവ് ജോൻ ഗാർഷ്യ ഒരൊറ്റ മാച്ചിൽ നടത്തി. അക്ഷരം തെറ്റാതെ നമുക്ക് സൂപ്പർമാൻ എന്ന് വിളിക്കാം. അത്രയും കിടിലൻ പെർഫോമൻസ്. അതിൽ ഒരു ഹെഡറിന്റെ സേവ് ഉണ്ട്, ഒരു ഹെഡർ ആള് സേവ് ചെയ്യുന്നുണ്ട്. അതെങ്ങനെ സേവ് ചെയ്തെന്ന് ഇപ്പോഴും ഒരു പിടുത്തമില്ല. സെക്കൻഡ് ഹാഫിൽ എത്ര അമേസിങ് സേവുകളാണ്. ഐ മീൻ 3-4 അമേസിങ് സേവുകൾ, അതായത് നോർമൽ സേവുകളല്ല, അമേസിങ് സേവുകൾ മൈൻഡിലുണ്ട്. ഓക്കെ, കിട്ടില്ല സേവുകളാണ് ആള് നടത്തിയിട്ടുള്ളത്. ആ ഒരു ഹെഡർ സേവ് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അപാര റിഫ്ലക്സ് ആയിരുന്നു അതിന്. വല്ലാത്തൊരു മനുഷ്യൻ. വെറും 25 മില്യൺ കിട്ടിയൊരു പ്ലെയർ ആണ്. അവർക്കൊരു 50 മില്യൺ കൂടെ അയച്ചു കൊടുക്കും, എന്നാലും നമുക്ക് ഇത് നഷ്ടമാകാൻ വേണ്ടി പോകുന്നില്ല. ഡെക്കോ ആസ് എ സ്പോർട്ടിംഗ് ഡയറക്ടർ എന്നുള്ള രീതിയിൽ എടുത്തൊരു പ്രോപ്പർ ഡിസിഷൻ ആണ് ഈ മനുഷ്യനെ സൈൻ ചെയ്യുന്നുള്ളത്. ഡെക്കോന്റെ ബെസ്റ്റ് ഡിസിഷൻ. കഴിഞ്ഞൊരു 10-15 കൊല്ലത്തിനിടയിൽ ബാഴ്സ നടത്തിയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് സൈനിങ് ആണ് ജോൻ ഗാർഷ്യ എന്ന് പറയുന്ന ഈ ഒരു ഗോൾ കീപ്പറുടെ സൈനിങ്. ഈ ഒരു ഗോൾ കീപ്പർ നമ്മളുടെ ടീമിൽ കൊണ്ടുവരുന്ന ഡിഫറൻസ് ഉണ്ടല്ലോ, പറഞ്ഞറിയിക്കാൻ വേണ്ടി പറ്റില്ല. ഈ ഒരു മനുഷ്യൻ ഇല്ലായിരുന്നെങ്കിൽ സീസണിൽ നമ്മൾ എന്ത് ചെയ്തേനെ, നമ്മൾ എവിടെ കിടന്നേനെ ആലോചിക്കാൻ പോലും വയ്യ. ഓക്കെ, അമാതിരി കോൺട്രിബ്യൂഷൻസ് ആണ് ഈ ഒരു പ്ലെയർ നടത്തിയിട്ടുള്ളത് സീസണിലെ ഫസ്റ്റ് മാച്ച് മുതൽ. ഈ ഒരു മാച്ചിലേക്ക് വരുന്ന സമയത്ത് പ്രത്യേകതകളുള്ള മാച്ചാണ്. ഇതിനു മുമ്പ് എസ്പാനിയോളിൽ കളിച്ചൊരു പ്ലെയറാണ് ജോൻ ഗാർഷ്യ ബാഴ്സയിലേക്ക് എത്തുന്നത്. ഇത് ഒരിക്കലും സിറ്റി റൈവൽസ് എന്നുള്ള രീതിയിൽ ഇവന്മാർക്ക് ദഹിക്കൂല, എസ്പാനിയോൾ ഫാൻസിന് ദഹിക്കൂല. അവർ നിരന്തരം ബൂ ചെയ്യുന്നുണ്ടായിരുന്നു. അവർ എലിനെ പൂച്ചനൊക്കെ എടുത്തെറിയുന്നു വാർത്ത വന്നിരുന്നു. പക്ഷെ അതൊന്നും നടന്നില്ല. പക്ഷെ അവര് ഭയങ്കര ഇന്റൻസ് ആയിട്ട് ബൂ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ഇതൊന്നും ഈ മനുഷ്യനെ തൊട്ടില്ല എന്നുള്ളതാ. എന്തൊരു കോൺഫിഡന്റ് ആയിരുന്നു. സേവുകൾ നടത്തുന്നു, ബോൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു, അവന്മാരുടെ സെറ്റ് പീസിൽ വരുന്ന പ്രഷറിനൊക്കെ സൂപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യുന്നു. 80 മിനിറ്റിന് ശേഷം ഒരു പ്രഷർ സിറ്റുവേഷനിൽ ജോൻ ഗാർഷ്യനിലേക്ക് ബോൾ വരികയാണ്. ഒരു എസ്പാനിയോൾ
അറ്റാക്കർ ആളെ പ്രസ് ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട്. ആളപ്പോൾ അവിടെ ഒരു പാസ് കൊടുത്തിട്ടുണ്ട് വളരെ കൂളായിട്ട്. എനിക്കൊന്ന് കുബാർസിക്ക് ഒരു പാസ് വെച്ച് കൊടുത്തിട്ടുണ്ട് വളരെ കൂളായിട്ട്. ബോള് ജോൻ ഗർഷിലേക്ക് വരുന്നു. ജോൻ ഗർഷി നൈസായിട്ട് ബോള് ഹൈ ബോൾ ആക്കിയിട്ട് നേരെ കുബാർസിക്ക് കൊടുക്കുന്നു. നീറ്റ് പാസ്. അതായത് നിങ്ങൾ കൂവേ ചാടി കളിക്കേ നിങ്ങൾ ഇനി എന്തെങ്കിലും എടുത്തെറി എന്ത് വേണേലും ചെയ്യും, ഞാൻ അവിടെ ബാർസന്റെ ജേഴ്സിയിൽ സൂപ്പർമാനായി നിൽക്കുന്നു എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് നടത്തുന്ന പോലെ എനിക്ക് തോന്നിയത്. ഈ മാച്ചിലുള്ള ഈ മനുഷ്യന്റെ പെർഫോമൻസ് അപ്രീഷിയേറ്റ് ചെയ്യാൻ വാക്കുകളില്ല. ഓക്കെ, ഗ്രേറ്റ് പെർഫോമൻസ് എന്ന് പറയാം. അപ്പോൾ അതാണ് ജോൻ ഗാർഷിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി പറഞ്ഞാൽ കുറേ പറഞ്ഞു പോകും. ഓക്കെ, ഇനി നമുക്ക് ഫ്ലിക്കിന്റെ ഇതിലേക്ക് വരാം. ഫ്ലിക്ക് സ്റ്റാർട്ടിങ് ലെവലിലെടുത്ത ചില ഡിസിഷൻസ് ഒക്കെ നൈസായിട്ട് പാളിപ്പോയി. പക്ഷെ അതൊക്കെ ഫ്ലിക്ക് സെക്കൻഡ് ഹാഫിലേക്ക് വരുന്ന സമയത്ത് തിരുത്തുന്നുണ്ട്, അത് ഇമ്പാക്റ്റ് കൊണ്ടുവരുന്നുണ്ട്. പെഡ്രിനെ ഇറക്കാത്ത നമുക്ക് കുറ്റം പറയാൻ വേണ്ടി പറ്റില്ല, മേ ബി ഫിറ്റ്നസ് റീസൺസ് ആയിരിക്കാം. ഓക്കെ, അങ്ങനെ പെഡ്രി സെക്കൻഡ് ഹാഫിൽ വരുന്നു. മോശം പെർഫോമൻസ് കാഴ്ചവെച്ച ഫെറാനെ പുറത്തെടുത്തിട്ട് ലെവൻഡോസ്കിനെ നമ്മൾ കൊണ്ടുവരുന്നു. മിഡ്ഫീൽഡിലേക്ക് പെഡ്രി വന്നതോടെ കുറച്ച് സഫർ ചെയ്തിരുന്ന ജെറാർഡ് മാർട്ടിനെ, അതായത് ജെറാർഡ് മാർട്ടിനെ ഇൻസിഡൻ്റായി ഞാൻ പറയാം. ജെറാർഡ് മാർട്ടിനെ ബെഞ്ചിലേക്ക് കൊണ്ടുവന്നിട്ട് എറിക്കിനെ ഡിഫൻസിലേക്ക് ഇടുന്നു. അങ്ങനെ മിഡ്ഫീൽഡിൽ പെഡ്രി വരുന്നു. പിന്നെ പറഞ്ഞല്ലോ ലെവൻഡോസ്കി വരുന്നു. റാഷ്ഫോർഡിനെ പിൻവലിച്ചിട്ട് ആ ഒരു ലെഫ്റ്റ് സൈഡിലേക്ക് ഫെറാൻ വരുന്നു. നമ്പർ 10 റോളിൽ ഓൽമ വരുന്നു. ഇങ്ങനെ കിടിലൻ ചേഞ്ചസ്. ഈ ചേഞ്ചസ് എല്ലാം അതിൻ്റെതായിട്ടുള്ള ഇമ്പാക്റ്റ് കൊണ്ടുവന്നു, സൂപ്പർ ഇമ്പാക്റ്റ് കൊണ്ടുവന്നു. ഭയങ്കര ബട്ടർ സ്മൂത്ത് ആയിട്ട് പിന്നെ കളി പലപ്പോഴും പോയി എന്നുള്ളത്. നമ്മൾ അറ്റാക്കിലേക്ക് വരുന്ന സമയത്ത് അതിൽ ഏറ്റവും കൂടുതൽ ക്രെഡിറ്റ് കൊടുക്കേണ്ട പ്ലെയർ ഫെർമിൻ ലോപ്പസാണ്. ഇജാതി ക്യാരിയിങ് ആണ് ആ പയ്യൻ നടത്തിയത്. ഓൽമോൻ്റെ ഗോളിന് ബോൾ എടുത്തിട്ട് ഫെറാൻ ക്യാരി ചെയ്ത് വരികയാണ്, ഓൽമോക്ക് ബോൾ കൊടുക്കുകയാണ്. ഓൽമോൻ്റെ കേർവ് ഉണ്ടല്ലോ, ആ കേർവ് കണ്ടിട്ട് കിളി പോയി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഓൽമോൻ്റെ അടുത്തുനിന്ന് ഞാൻ അങ്ങനത്തെ ഒരു ബോൾ പ്രതീക്ഷിക്കുന്നില്ല അവിടെ. അജാതി കർവ്. ഓക്കെ, സീൻ ഗോള്. ഒന്ന് ഓൽമോ കുറച്ചു നേരം മെസ്സി മോഡിലാണ് കളിച്ചത്. ആ സീൻ ഗോൾ, അത് കഴിഞ്ഞൊരു ഫ്രീ കിക്ക് കിട്ടുന്നു, അതോൺ ടാർഗറ്റിലേക്ക് വരുന്നു, ഓഫ് സൈഡ് പോകുന്ന ഒരു ബോൾ തൊട്ടു, അത് ഗോളാവുന്നു. അടിപൊളി പെർഫോമൻസ് ഓൽമോൻ്റെ അടുത്തുനിന്ന്. ഓൽമോ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇങ്ങനെ പെർഫോം ചെയ്ത് കാണാനാണ് നമുക്ക് ആഗ്രഹം. കിടിലൻ പെർഫോമൻസ് ആണ് ആൾ കാഴ്ചവെച്ചത്. ഫെർമിൻ തമർത്തി കളഞ്ഞു. ഓക്കെ, ഫെർമിൻ 2 അസിസ്റ്റാണ് കൊടുത്തത്. ലാസ്റ്റ് മിനിറ്റിലേക്ക് വരുന്ന സമയത്ത് ഒരു ഗോൾ അടിക്കുന്നുണ്ട്, അതിനും അസിസ്റ്റ് കൊടുക്കുന്നത് ഫെർമിനാണ്. പെഡ്രി വന്നിട്ട് പെഡ്രി നന്നായിട്ട് തന്നെ കളിക്കുന്നുണ്ട്. പെഡ്രി ഒരു ഗോളിൻ്റെ അടുത്തേക്കൊക്കെ എത്തിയ ഒരു സിറ്റുവേഷൻ നമ്മൾ കണ്ടു, ഒരു പെഡ്രി യമാൽ കോംബോയിൽ നിന്ന് വന്ന ബോൾ. ഓക്കെ, ഗെയിം മാനേജ്മെൻ്റ് ഇവിടെ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്തു എന്നുള്ളതാണ്. ലവി ഇമ്പാക്റ്റ് കൊണ്ടുവന്നു, ഫെർമി ഇമ്പാക്റ്റ് കൊണ്ടുവന്നു, പെഡ്രി ഇമ്പാക്റ്റ് കൊണ്ടുവന്നു, അതേപോലെ തന്നെ ഓൽമോ ഇമ്പാക്റ്റ് കൊണ്ടുവന്നു. 4 പേരും സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് വന്ന പ്ലേയേഴ്സാണ്. പിന്നെ എറിക്കിൻ്റെ അടുത്ത് പറയണം, എറിക്കൊക്കെ അത്യാവശ്യം നന്നായിട്ട് കളിച്ചിട്ടുണ്ട്. നമ്മുടെ ഡിഫൻസ് നമുക്ക് കുറച്ച് നന്നായിട്ട് കളിച്ചു എന്ന് പറയാം. കാരണം അവന്മാർ ഇത്രയും ഇൻറ്റൻസ് ആയിട്ട് അറ്റാക്ക് ചെയ്തിട്ട് നമ്മൾ ഗോൾ കൺസിഡർ ചെയ്തിട്ടില്ല. അപ്പോൾ ജോൻ ഗാർഷിക്ക് കൂടുതൽ ക്രെഡിറ്റ് കൊടുക്കണം, കുറച്ച് ക്രെഡിറ്റ് നമ്മൾ ഡിഫൻസിനും കൊടുക്കണം. ഓക്കെ, ഡിഫൻസൊക്കെ പലതവണ ഓപ്പൺ അപ്പ് ആയതാണ്, അത് വേറൊരു വിഷയം. ഓക്കെ, പലതവണ ഓപ്പൺ അപ്പ് ആയതാണ്. ഇപ്പോൾ ഫസ്റ്റ് ഹാഫിൽ നമുക്ക് പോവാം. ഫസ്റ്റ് ഹാഫിലേക്ക് പോകുന്ന സമയത്ത് അവർ ഒരു സൂപ്പർ കൗണ്ടർ അറ്റാക്ക് ആയിട്ട് വരുന്നു, ആ ഷോട്ട് അടിക്കുന്നു, ജോൻ ഗാർഷി സേവ് ചെയ്യുന്നു, സേവ് ചെയ്തിട്ട് റീബൗണ്ടിനുള്ള ചാൻസ് എസ്പാനോൾ പ്ലെയറിന് കിട്ടുന്നു. അപ്പോൾ ജോൻ ഗാർഷി നോക്കുന്ന സമയത്ത് ബോൾ റീബൗണ്ടിനുള്ള ചാൻസ് പോയേക്കാണ്. എസ്പാനിയോളത്തെ പ്ലെയറിന് വന്ന് അടിക്കുക, ഫസ്റ്റ് ടൈം ഷോട്ട് എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പം ഈ ഗോൾ കീപ്പറും അല്ലെങ്കിൽ ബാഴ്സന്റെ ഡിഫൻഡറും ബോളും തമ്മിൽ കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട്. ആ ഡിസ്റ്റൻസ് കവർ ചെയ്യണമല്ലോ, അതാണല്ലോ പാട്. ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് ജെറാർഡ് മാർട്ടിനെ ബോളിലേക്ക് തള്ളിയിടുകയാണ്. അത് എജാതി ഐക്യു മൂവാണ്, വേറെ ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. എന്ത് ചെയ്യുന്ന ആലോചിച്ചപ്പോൾ ജെറാർഡ് മാർട്ടിനെ തള്ളിയിടുക, ആ സ്പേസ് അങ്ങോട്ട് ക്ലോസ് ചെയ്തു. അതുകൊണ്ട് അവിടെ ഒരു ഗോള് വീണില്ല. ബ്രില്യൻസ് ആണ് ആലോചിക്കേണ്ടത് ജോൻ ഗാർഷിൻ്റെ. ഓക്കെ, പാവം ജെറാർഡ് മാർട്ടിന് ആ സമയത്ത് നെഞ്ഞത്തൊരു ചവിട്ടെങ്ങാനും കിട്ടി, അത് ആളെ നല്ല ബാധിച്ചിട്ടുണ്ട്. കരയുന്ന പോലെ എനിക്ക് തോന്നിയത് ആ ഒരു ഇഞ്ചുറി പറ്റിയ സമയത്ത്. പാവമാണ്. ഓക്കെ, നല്ല കഷ്ടപ്പെട്ട് കളിക്കാൻ വേണ്ടി ശ്രമിച്ചു, പക്ഷെ എനിക്കൊന്നും ആ ഒരു കുടുങ്ങലുണ്ടല്ലോ, അത് ആളെ കുറച്ച് ബാധിച്ചിട്ടുണ്ട്. നല്ല വേദന ഉണ്ട്, അതിൻ്റെ ഒരു ക്ഷീണം പിന്നെ ഒരാൾ ക്യാരി ചെയ്യുന്ന പോലെ എനിക്ക് തോന്നി. എന്തായാലും ആളെ സബ് ചെയ്ത് വളരെ നല്ല ഒരു ഡിസിഷൻ ആയിരുന്നു. ഓക്കെ, ആള് പാവം നന്നായിട്ട് തന്നെ കളിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. കുറച്ചൊന്നും വലിയ കുഴപ്പമില്ല. അങ്ങനെ പോയി. ഓക്കെ, നമുക്ക് എടുത്തു പറയേണ്ട പെർഫോമൻസ് എന്ന് പറയുന്നത് നമ്മളെ സബ്സും അതേപോലെ തന്നെ ജോൻ ഗാർഷിയാണ്. അതേപോലെ തന്നെ പ്രോപ്പർ ഗെയിം മാനേജ്മെന്റ് നടത്തിയതിന് ഫ്ലിക്കിനും അതിൻ്റെതായിട്ടുള്ള ക്രെഡിറ്റ് കൊടുക്കണം. ഇത് സൂപ്പർ വിന്നാണ് സത്യം പറഞ്ഞാൽ. നമ്മൾ ഡ്രോയിലേക്ക് പോകുന്ന വിചാരിച്ചൊരു മാച്ചാണ്, അല്ലെങ്കിൽ തോക്കുന്ന വിചാരിച്ചൊരു മാച്ചാണ് പെർഫോമൻസ് ഒക്കെ കണ്ടിട്ട്. പക്ഷെ
ജോവൻ ഗാർഷ്യൻ്റെ ബ്രില്യൻസ് പ്ലസ് നമ്മുടെ സബ്സ്റ്റിറ്റ്യൂഷൻസ് മികവിൽ നമ്മൾ ഈ ഒരു മാച്ച് ജയിച്ച് കയറി എന്നുള്ളതാണ്. അങ്ങനെ സ്റ്റിൽ ടേബിൾ ടോപ്പിൽ നമ്മൾ ആധികാരികമായിട്ട് തന്നെ നിൽക്കുന്നു. ഇങ്ങനെ നിന്ന് പോട്ടെ. അപ്പോൾ ഈ ഒരു മാച്ച് ജയിക്കുക എന്ന് പറഞ്ഞാൽ ഡിഫിക്കൽട്ട് കാര്യമില്ല. ഒന്ന് എസ്പാനിയോളിൻ്റെ ഹോമിൽ പോയിട്ട് നമ്മൾ കളിക്കുന്നത്. പിന്നെ എസ്പാനിയോൾ ടോപ്പ് ഫോമിലാണ് നിൽക്കുന്നത്. അവന്മാർക്ക് ആരെ കൊന്നിട്ടാണെങ്കിലും നമ്മളെ തോപ്പിക്കണം എന്നുണ്ട്. ജോവൻ ഗാർഷ്യ ഉള്ളതുകൊണ്ട് പ്രത്യേകിച്ച് നമ്മളെ കുത്തണം എന്നുണ്ട്. പക്ഷെ അതൊക്കെ മറികടന്നിട്ട് നമ്മൾ ജയിച്ചു. ദാറ്റ്സ് എ ഗ്രേറ്റ് കാര്യം. ഓക്കെ, അപ്പോൾ അതാണ്. നിങ്ങൾക്ക് എന്താണ് മാച്ചിനെ കുറിച്ച് പറയാനുള്ളത്? നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയാം. അപ്പോൾ എൻജോയ്. ജയിച്ച് സമാധാനമായി. തോക്കുന്നു അല്ലെങ്കിൽ ഡ്രോ എന്ന് വിചാരിച്ച മാച്ചാണ്. അപ്പോൾ താങ്ക് യു, ബൈ.